أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن شانئك هو الأبتر. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂറ അൽ കൗസറിലെ 4-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: നിശ്ചയമായും നിന്റെ ശത്രുവാണ് സന്താനരഹിതൻ. ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് തുടർന്നും ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു: മുസ്ലിങ്ങൾ ലാ നബിയ ബഅദി എന്ന ഹദീസും തെളിവായി സമർപ്പിക്കാറുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരു നബിയും വരില്ല എന്ന അർത്ഥമാണ് അതിന് നൽകുന്നതെങ്കിൽ ഉന്നയിക്കപ്പെടാവുന്ന ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വേറൊരു നബി വന്നുകൂടെ? മുഴു ലോകത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിരിക്കുമ്പോൾ മറ്റൊരു നബി എങ്ങനെയാണ് ആഗതനാവുക? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മറ്റൊരു നബി വരുക സാധ്യമല്ലെങ്കിൽ എൻ്റെ മരണശേഷം ഒരു നബിയും വരില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? എൻ്റെ നുബുവത്ത് അവസാനിക്കുന്ന കാലഘട്ടം ഉണ്ടാകില്ല. അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് ഖിയാമത്ത് വരെ നിലനിൽക്കും എന്നതാണ് നമ്മുടെ വിശ്വാസം. വാഗ്ദത്ത മസീഹിൻ്റെ നുബുവത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വിശ്വാസം വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണദാസനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ നിലനാട്ടുന്നതിനായിട്ടാണ് നിയോഗിതനായത്. വാഗ്ദത്ത മസീഹിന് പ്രത്യേകമായ ഒരു കലിമയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതല്ലാത്ത രീതിയിലുള്ള നമസ്കാരവുമില്ല. വാഗ്ദത്ത മസീഹ് വരാനുണ്ടായ കാരണം ലോകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ മറന്നിരുന്നു. അധ്യാപനങ്ങളെ പുനർജീവിപ്പിക്കാനായിട്ടാണ് വാഗ്ദത്ത മസീഹ് നിയോഗിതനായത്. ലാ നബിയ ബഅദി എന്നതിൻ്റെ വിശദീകരണവും മസ്ജിദി ആഖിറുൽ മസാജിദ് എന്നതിൻ്റേത് തന്നെയാണ്. ഒരാൾ താൻ നബിയാണ് എന്ന് വാദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കാലഹരണപ്പെട്ടു പോയി, താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാതെ വന്നയാളാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ ആദർശങ്ങൾക്കും കാലപ്പഴക്കം സംഭവിച്ചു എന്നും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അപമാനിക്കലാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അധ്യാപനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാറ്റി തിരുത്തിയാൽ തന്നെയും അങ്ങയുടെ ശരീഅത്തിനെ ദുർബലപ്പെടുത്തിയത് പോലെയാണ്. പക്ഷേ ലാ നബിയ ബഅദി എന്ന ഹദീസ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തിയെ കള്ളവാദിയാണെന്ന് സമർത്ഥിക്കുന്നു. ഇതര മുസ്ലിങ്ങളുമായിട്ട് നമുക്കുള്ള ഭിന്നതയും ഇക്കാര്യത്തിലാണ്. അവസാന കാലത്ത് ഈസാ അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങുമെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ മൂസാ അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കാത്ത, അങ്ങയുടെ ദാസത്വവും സ്വീകരിക്കാത്ത നബി വരിക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അപമാനിക്കലാകുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വഴികേടിലായപ്പോൾ അവരെ നേർമാർഗത്തിലേക്ക് നയിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നും ആരും അവതരിക്കാതെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച നബിക്ക് വീണ്ടും വരേണ്ടതായി വന്നു. ഇത്തരം വിശ്വാസം പുലർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അപമാനിക്കലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരുടെ സയ്യിദാണ് എന്ന് ഒരു ഭാഗത്ത് പറയുകയും, എന്നാൽ അങ്ങയുടെ ഉമ്മത്ത് വഴികേടിലായാൽ ഉമ്മത്തിനെ സന്മാർഗത്തിലാക്കാനായി മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്തിലെ നബി വരും എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ്. ഏതുപോലെ ശക്തനായ രാജാവ് ശത്രു രാജ്യവുമായി യുദ്ധമുണ്ടാകുന്ന അവസരത്തിൽ ശക്തനായ രാജാവ് വേറൊരു രാജ്യത്തെ രാജാവിനെ സമീപിച്ചുകൊണ്ട് തൻ്റെ പക്കൽ സൈന്യമില്ലാത്തതുകൊണ്ട് അങ്ങയുടെ സൈന്യത്തെ യുദ്ധത്തിനായി നൽകണം എന്ന് പറയുന്നത് പോലെയാണ്. നമ്മുടെ അടുക്കൽ
ഇത്തരം വിശ്വാസം പുലർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അപമാനിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാരുടെയും അവസാനം വന്നതുകൊണ്ടാണ് ആഖിറുൽ അംബിയ എന്ന് വിളിക്കുന്നതെങ്കിൽ അതിനർത്ഥം നബിമാരുടെ പരമ്പരയിൽ ഏറ്റവും അവസാനത്തേത് എന്നാണ്. ഉദാഹരണത്തിന്, സൈനികർ ഒരു വരിയിൽ നിൽക്കുന്നു. അതിൽ അവസാനം നിൽക്കുന്ന സൈനികന് ആ വരിയിൽ നിൽക്കുന്ന എല്ലാവരേക്കാളും ഉത്തമനാണ്. കാരണം വരിയിൽ അവസാനമാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് സൈനികന് ഒരുവിധ സ്ഥാനമാനവും ലഭിക്കില്ല. മറിച്ച് മറ്റുള്ള സൈനികരെ പോലെ ഒരു സൈനികൻ എന്ന് മാത്രമേ ആ സൈനികനെ കണക്കാക്കാൻ സാധിക്കൂ. ഇതുപോലെയാണ് അനഹ്മദി പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും പറയുന്നത്. ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവ്വലുൽ അംബിയ, നബിമാരിൽ ആദ്യൻ എന്ന് വന്നതായിട്ടും കാണാം. കുന്തു ഖാതമൻ നബിയീന വ ആദമു മുൻജദിലുൻ ഫി തുയ്നിഹി. ആദം അലൈഹിസ്ലാം ജനിക്കുന്നതിന് മുൻപും ഞാൻ ഖാതമുൻ നബിയീനായിരുന്നു. അനഹ്മദി പണ്ഡിതന്മാരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അവ്വലുൽ അംബിയ ആവുക? മസ്നദ് അഹ്മദ് ബിൻ ഹംബലിൽ മിഅ്റാജ് സംഭവം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതും വ്യക്തമാക്കുന്നത് ഖാതമുൻ നബിയീൻ എന്നതിന് പ്രവാചകന്മാരിൽ അവസാനത്തെ ആൾ എന്ന നിർവചനം നൽകുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്.